ആളുകളും ഇന്ന് മലയാളികളൊക്കെ മഴയുടെ ഒരു ആലസ്യത്തിലാണ്. ഇന്ന് നമുക്കറിയാം 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. സ്വാഭാവികമായും സംസ്ഥാനത്ത് ഒരു അവധിയുടെ മൂഡുണ്ടാകും. ഒപ്പം ശക്തമായ മഴ കഴിഞ്ഞ 3 ദിവസമായി പെയ്യുന്നുണ്ട്. അതിന്റെ പ്രശ്നങ്ങളുണ്ട് വിവിധ സ്ഥലങ്ങളിൽ. നമുക്കറിയാം ഇന്ന് അവധിയുള്ള പ്രധാനപ്പെട്ട ജില്ലകൾ ഇടുക്കിയും പത്തനംതിട്ടയും വയനാടും കോട്ടയവും ആലപ്പുഴയും എറണാകുളവുമാണ്. ഈ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജിലടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, പരീക്ഷകൾക്ക് മാറ്റമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് PSC പരീക്ഷകൾക്കടക്കം സംസ്ഥാനത്ത് മാറ്റം പറഞ്ഞിട്ടില്ല. മുൻ നിശ്ചയപ്രകാരമുള്ള എല്ലാ പരീക്ഷകളും നടക്കും. സർവകലാശാല പരീക്ഷകൾക്ക് മാറ്റമില്ല എന്ന വിവരം ബന്ധപ്പെട്ടവർ മുന്നോട്ട് പറയുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയ സാഹചര്യമുണ്ട്. ശക്തമായ കാറ്റിന്റെ മുന്നറിയിപ്പും പല ജില്ലകളിലുണ്ട്. അങ്ങനെ മഴക്കെടുതി സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ആലപ്പുഴ, കോട്ടയം, ഇടുക്കി പോലെയുള്ള ജില്ലകളിൽ. നമ്മോടൊപ്പം ശരണ്യ സ്നേഹജനും പ്രിൻസും ശശിനാരായണനും ശ്രീജിത്തും ഡാനിയും അനീഷ് കുമാറും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ നമ്മോടൊപ്പം ചേരും. മഴയുടെ വിശദാംശങ്ങൾ പങ്കുവെക്കും. ശരണ്യയിലേക്ക് ആദ്യം ഒന്ന് പോകണം. ശരണ്യ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നലെ രാത്രി വൈകിയാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. ആദ്യം നമുക്കറിയാം ചേർത്തലയിലും കുട്ടനാട് താലൂക്കിലും ചേർത്തല താലൂക്കിലും ഒക്കെ അവധി പ്രഖ്യാപിച്ചിരുന്നു. രാത്രി വൈകി ജില്ലയൊട്ടാകെ അവധി പറയുകയായിരുന്നു. ഒരുപാട് ആവശ്യങ്ങൾ കളക്ടർ മാമന്റെ മുമ്പിൽ ചെന്നു എന്നും നമ്മൾ ഈ ഫേസ്ബുക്കിന്റെ താഴെ നോക്കുമ്പോൾ കാണാം. ഒരുപാട് റിക്വസ്റ്റുകൾ ചെന്നു അവധി തരണം എന്ന് പറഞ്ഞ്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ അതോ കാര്യമായ മഴയുണ്ടോ ജില്ലയിലുടനീളം? രഞ്ജിത്ത്, രാവിലെ എന്തായാലും ആശ്വാസകരമായ ഒരു സാഹചര്യമാണ്. വലിയ മഴയില്ല. പക്ഷെ ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ടോട് തുടങ്ങിയ മഴ രാത്രി വരെയും നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യം കുട്ടനാട് താലൂക്കിൽ പ്രത്യേകിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്ഥലമാണ്. താഴ്ന്ന പ്രദേശങ്ങൾ ഒത്തിരിയുള്ള ഇടമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന മഴയെ തുടർന്ന് അവിടെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആദ്യം കുട്ടനാട് താലൂക്കിലും ചേർത്തല താലൂക്കിലുമാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നത്. പിന്നീട് ഇന്നലെ രാത്രിയോടുകൂടി വൈകിയാണ് ആലപ്പുഴ ജില്ലയ്ക്ക് മുഴുവനായി അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മഴക്കെടുതിയിൽ ഏറ്റവും വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് 7 മണിക്ക് ആലപ്പുഴ ജില്ലയിലാണ്. അതായത് 14 വയസ്സുകാരനായ വിദ്യാർത്ഥി മതിലിടിഞ്ഞ് വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അൽ ഫയാസ് അലി എന്ന 14-കാരനാണ് വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ വീടിന് തൊട്ടടുത്ത് മതിൽ വീണ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ അതീവ ദുഃഖകരമായ ഒരു സാഹചര്യം ഇന്നലെ രാത്രി ആലപ്പുഴ നഗരത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. ആറാട്ടുവഴി സ്വദേശിയാണ് ഈ കുട്ടി. മാത്രമല്ല അത് ഈ കുട്ടി പോകുന്ന വഴിയിൽ തന്നെ മഴക്കെടുതി മൂലം, അതായത് മതിലിന് ബലക്ഷയം ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായാണ് ഈ സംഭവം ഉണ്ടായത്. കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അത്തരത്തിൽ ദുഃഖകരമായ ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അന്തേക്ക് പറമ്പ് വീട്ടിൽ അലിയുടെയും ഹസീനയുടെയും ഏക മകനാണ് മരിച്ച അൽ ഫയാസ് എന്ന 14-കാരൻ. അത്തരമൊരു ദുഃഖകരമായ സാഹചര്യമുണ്ട്. ഇപ്പോൾ അൽ ഫയാസിന്റെ ഭൌതിക ശരീരം ഇന്ന് പഠിച്ച ലജനത്ത് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അവിടെ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഒരു ദുഃഖകരമായ സാഹചര്യം കൂടി ആലപ്പുഴ ജില്ലയിൽ ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രിയിലെ ഈ മഴ കനത്തതോടുകൂടി അവധിയൊക്കെ പ്രഖ്യാപിക്കാനും ഒരു പ്രധാന കാരണം ഈ കുട്ടിയുടെ മരണവും ഒക്കെയാണ് എന്നുള്ളതാണ്. പലയിടത്തും കുട്ടികളെ സ്കൂളുകളിലേക്കൊക്കെ വിടാനുള്ള ബുദ്ധിമുട്ടുകൾ മൂലമാണ് അത്തരമൊരു സാഹചര്യവും ഈ അപകട സാഹചര്യവും ഒക്കെ കണക്കിലെടുത്താണ് ജില്ലാ കളക്ടർ അവധിയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഉള്ളത് ഇപ്പോൾ തീരദേശ മേഖലകൾ, പ്രത്യേകിച്ച് കടലാക്രമണ സാധ്യതയുള്ള ഇടങ്ങളിൽ അത് ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ്. തൃക്കുന്നപ്പുഴ, പ്രണവം ജംഗ്ഷൻ അടക്കമുള്ള ഇടങ്ങളിൽ വലിയ തോതിൽ കടൽ കയറുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ പലയിടങ്ങളിലും ജനങ്ങളുടെ പ്രതിഷേധവും ഒക്കെയുണ്ട്. അത്തരത്തിൽ കടലാക്രമണ ബാധിത മേഖലകൾ ഉണ്ട് എന്നും ഉള്ളതും ജില്ലയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് തീരദേശം കൂടുതലായുള്ള ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രദേശങ്ങൾ പ്രശ്നമുണ്ട്. പക്ഷേ ഈ പമ്പയാറ്റിലെയോ മറ്റ് ആറുകളിലെയോ ഒന്നും ജലനിരപ്പ് അത്ര ക്രമാതീതമായ രീതിയിൽ വർദ്ധിക്കുകയോ അപകടകരമായ സാഹചര്യത്തിലേക്ക് എത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. തോട്ടപ്പള്ളി സ്പിൽവേ മുറിച്ച അവസ്ഥയിലാണ്. പൊഴി ആദ്യഘട്ടത്തിൽ തന്നെ മുറിച്ചു നീക്കിയിരുന്നു. വലിയ തോതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും മറ്റ് ജില്ലകളിലെ പോലെ അത്ര കനത്ത മഴ ഇല്ലായിരുന്നെങ്കിൽ പോലും ഇടവിട്ടുള്ള മഴ ആലപ്പുഴ ജില്ലയിൽ ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു മങ്ങിയ അന്തരീക്ഷത്തിൽ തന്നെയാണ് എല്ലാ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്നലെ വൈകിട്ടോടുകൂടി ഈ ഒരു മഴ കനക്കുകയും ഒപ്പം തന്നെ ഈ കുട്ടിയുടെ മരണവും ഒക്കെ സംഭവിക്കുകയും ചെയ്തൊരു സാഹചര്യം ഇപ്പോൾ ജില്ലയിലുണ്ട്. രഞ്ജിത്ത്.